ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഡിഫറെൻറ്റ് ഫോർമേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർമേഷൻ മാറ്റുന്നു. അപ്പോൾ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. 4-1-2-3. യെസ്, നമ്മളെ ഓൾഡ് ഫോർമേഷനാണ്. പക്ഷേ അതിൽ ഞാൻ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാനുവലി പ്ലെയേഴ്സിനൊന്ന്, അതായത് പൊസിഷനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഒപ്പോണൻറ്റ് വരുമോ നോക്കാം എന്തായാലും. ഓക്കെ, ഹിയർ വി ഗോ. പ്രൊസീഡ് കൊടുത്തിട്ടുണ്ട്. എന്താ ഇടയ്ക്ക് ഈ ടച്ച് വർക്കാകുന്നില്ലല്ലോ ഗൈസ്, പണി കിട്ടുമോ ഫോണ്? ഓക്കെ, ഡിവിഷൻ 1 അല്ല സോറി ഡിവിഷൻ 2 ഞാനല്ലേ, സോറി ഗൈസ്. ഹെവി ഗോ. ആരെ കിട്ടും ഗൈസ്? അല്ല, ഒപ്പോണൻറ്റിൻ്റെ സ്കോഡ് നോക്കണം. നമ്മളിപ്പോൾ ഉള്ളത് സലേനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളെ സലേനെ കിട്ടിയ ഇതെന്തായാലും നിങ്ങൾക്ക് അറിയാലോ അല്ലേ, ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടോ? സലേനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഹെവി ഗോ. നമുക്ക് നോക്കാം എന്താവുന്നു. ലെഫ്റ്റ് വിങ് ആയിട്ട് റാഫേലിയോ ആണുള്ളത്. ഡിലോ ഫുൾ ഫോം ഉണ്ടല്ലോ. പിന്നെ പെഡ്രി വേണ്ട, കുഴപ്പമില്ല. പിന്നെ ബർഗോമി പെഡ്രീനെ എന്തായാലും ഇടാം നമുക്ക്. ഡെബ്രോയിൻ്റെ അടുത്ത് പെഡ്രീനെ ഇടാം. AMF ആയിട്ട് ഇടാം. ഞാൻ ലെഫ്റ്റ് വിങ് വേണ്ടെന്നായിരുന്നു വിചാരിച്ചു. ഓക്കെ, പുള്ളിക്കാരൻ 4-1-2-3 തന്നെയാണ്. ക്രൈഫിനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ AMFൽ. ഫസ്റ്റ് തന്നെ നോട്ടം പോയത് അങ്ങോട്ടേക്കാണ്. അപ്പോൾ എന്തായാലും മാച്ച് തുടങ്ങുന്നുണ്ട്. നോക്കാം ഇസാലേനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഈ കളി മനസ്സിലാക്കാം. കളി മനസ്സിലാവുമായിരിക്കും, ഇല്ലെങ്കിൽ അടുത്ത കളി മനസ്സിലാക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, സാബി അലോൺസോ ആണ്. അപ്പം ടെൻ ഹാഗ് ലോങ് ബോൾ കൗണ്ടർ ബൂസ്റ്ററും വേഴ്സസ് ക്വിക്ക് കൗണ്ടർ ബൂസ്റ്റർ. ഹിയർ വി ഗോ. നമ്മൾ മാച്ച് തുടങ്ങുന്നുണ്ട്. ഡിലോ ടു ബാരിയോസ് ടു പെഡ്രി. ലെറ്റ്സ് ഗോ. കെ സല ബ്ലിറ്റ്സ്കൾ. ഇറ്റ്സ് സല. വാട്ട് എ ഗോൾ ഗൈസ്. എൻ്റെ മോഹനെ, ഫസ്റ്റ് ഷോട്ടറാ. ഇങ്ങിട്ടിട്ട് സെക്കൻഡ് കളിയാണ്. ഫസ്റ്റ് കളി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സെക്കൻഡ് കളിയാണിത്. സെക്കൻഡ് അല്ല, തേർഡ് കളി. ഫസ്റ്റ് കളി ജയിച്ചു, സെക്കൻഡ് കളി ഡ്രോ എന്തോ ആയി. ഡ്രോ അല്ല, കളി ഞാൻ കളിച്ച് ജയിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ എന്തോ ആയി, പൊട്ടോ ഡ്രോ എന്തോ ആയിട്ടുണ്ടായിരുന്നു. തേർഡ് കളിയാണ്. നമുക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത്. ഓക്കെ, റാഫേലിയോ ടേൺ ചെയ്, ഫിനിഷ് ചെയ്. ബ്ലിറ്റ്സ്, റാഫേലിയോ ബ്ലിറ്റ്സ് ഗൈസ്. റാഫേലിയോ എങ്ങനെ വന്നു? പിന്നെ എനിക്ക് ആ സ്കില്ലൊന്നും വേണ്ട, ഞാൻ അടിച്ച് പൊളിക്കും. അടിച്ച് കയറി വന്നു ഗൈസ്. പിന്നെ അല്ല, വെക്കുമ്പോൾ പാസ് ടു അർണോൾഡ്, ബാക്ക് ടു മെസ്സി. എവിഗോ സല, വൺ ടച്ച് മൂവ്, ലെറ്റ്സ് ഗോ. കളി ചെറുതായിട്ട് എൻ്റെ പ്ലേയിങ് സ്റ്റൈലൊന്നും മാറ്റിയിട്ടുണ്ട് ഞാൻ. പ്ലേയിങ് സ്റ്റൈലല്ല, ആ ഒരു സ്റ്റൈൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. സലാ അതായത് ഞാൻ ആദ്യമൊക്കെ ഭയങ്കര ഹോൾഡ് ചെയ്ത് സ്ലോ മോഷൻ കളിയായിരുന്നു. ഇപ്പം കുറച്ചുകൂടി സ്പീഡാക്കാൻ നോക്കുന്നുണ്ട്. പാസ്സൊക്കെ പെട്ടെന്ന് ഇട്ടിട്ട്. എടാ, ലോങ് റേഞ്ച് ബ്ലിറ്റ്സ് നോക്കിയായിരുന്നു, പക്ഷേ ബ്ലിറ്റ്സ് ചെയ്യാൻ കഴിയുന്നില്ല. ബ്ലിറ്റ്സ് ഈസ് നോട്ട് ബ്ലിറ്റ്സിങ് ഗൈസ്. നെയ്മർ ഷൂട്ടാണ്, അതിൽ പാസ്സായിരുന്നു. പാസ്സാണെങ്കിൽ ഡെൽപിയർ എന്തായാലും എടുത്തേനെ, നല്ല പാസ്സായിരുന്നു. ഷൂട്ടായതുകൊണ്ടാണെന്നൊന്നും എടുക്കേണ്ടത്. ചേടാ, ഡിലോ ആയതുകൊണ്ടാണ്. ആ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിലേ കറക്റ്റാണ് അവൻ്റെ പേര്, ഡിലോ. ഇപ്പം ഭയങ്കര മോശമായിരുന്നുണ്ട് ഡിലോ. മിക്കവാറും ഇനി അങ്ങനെ ഇറക്കാൻ ചാൻസ് കുറവായിരിക്കും. എടാ, പെഡ്രി പാസ് ടു റാഫേലിയോ, ലെറ്റ്സ് ഗോ. ടു ഡിലോ ടു സാല, മെസ്സി. ഹിയർ വി ഗോ, ബാക്ക് ടു സാല. എടാ, നല്ല ബ്ലോക്കിംഗ് ആട്ടോ സലേന. എടാ, എന്ത് കേളാണ് ഇത്. പണ്ടത്തെ 103 മെസ്സിനെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ് നമ്മളെ 103 മെസ്സി? വൺ ഓഫ് ദ എന്താ പറയുക, ഓൾ ടൈം ബെസ്റ്റ് കാർഡ് എന്നൊക്കെ പറയാം പെസ്സിൻ്റെ ഹിസ്റ്ററിയിൽ. മെസ്സി, റുമ്മി ഭയങ്കര മിസ്സിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. എടാ, നെയ്മർ ഹിയർ വി ഗോ. മുജി, സോറി വീഡിയോ ഇടുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം വ്യൂവേഴ്സ് എന്ന് പറയുന്നത് പിള്ളേരൊക്കെയാണ്. അപ്പോൾ പണിയാണ്. അതുകൊണ്ടാണ് മര്യാദയ്ക്ക് വർത്താനം പറയുന്നത്. എൻ്റെ ബായ് ഫുള്ള് വെറുതെ പറഞ്ഞാണ്. ഹിയർ വി ഗോ. ഡൊണോറുമ മൾഡിനി, ബാരിയോസ് ടു പെഡ്രി ടു ഡിലോ, വൺ ടച്ച് പാസ്. ഓക്കെ, അവൻ്റെ മൂവ്മെൻ്റ് ആണ് ഡിലോൻ്റെ. ഒരാവശ്യമുള്ള ടൈമിലൊന്നല്ല ഉള്ളിലേക്ക് കയറാം. ഇപ്പോൾ ഉള്ളിലേക്ക് കയറി, പക്ഷേ എന്തിൻ്റെ ആവശ്യമോ? അവിടെ അത്രയും പ്ലേസ് ഉണ്ടാകുമ്പോൾ മാത്രം കയറും. ഇടാടാടാടാ, ദാറ്റ്സ് എ ഗോൾ. അതിനങ്ങോട്ട് കൊടുത്ത് അവിടെ നിന്ന് അടിച്ച് കയറ്റിയാൽ പോരായിരുന്നു. എല്ലാവരും എന്നെപ്പോലെ കളിക്കണം എന്നില്ലല്ലോ.
എല്ലാം ഡിഫറെൻറ്റ് ഗെയിം പ്ലേസ് ആണ് ഗൈസ്. ഇങ്ങനെ കൈവെക്കുമ്പോൾ സുഖമുണ്ട്, എന്തോ ഒരു കളിക്കാൻ ഒരു രസം. എന്നെ കാണുന്നുണ്ടാവില്ല അല്ലേ? പക്ഷേ ഓക്കേ, ഹലോ, ബാക്ക് ടു സ്പീഡ് ഭയങ്കര പ്രശ്നമാണ്. അർണോൾഡ് ടു സലാ ഫസ്റ്റ് 2 അറ്റാക്ക് അങ്ങാണ്ട് ഞാൻ ചെയ്തുള്ളൂ, പക്ഷെ 2ൽ ഞാൻ സ്കോർ ചെയ്തു. അറ്റാക്ക് ചാൻസ് കിട്ടിയാൽ ഗോളടിക്കണം. എടാ എന്ത് തേങ്ങ, ഞാൻ പ്രഷർ വെച്ചിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ അസിസ്റ്റഡ് ആണോ മാനുവൽ ആണോ? അസിസ്റ്റഡ് തന്നെയാണ് ഗൈസ്. ഞാൻ മാനുവൽ കളിക്കാറില്ല. പണ്ട് കളിച്ച് പെസ്സിൽ ഞാൻ മാനുവലായിരുന്നു ലാസ്റ്റ് ഔട്ടൊക്കെ ഫുള്ള്. ഇപ്പോൾ തീരെ കളിക്കലില്ല. റാഫേലയോ ടു പെഡ്രി. എടാ റാഫേലി ഉള്ളിലേക്ക് ഓടറാ. ലെറ്റ്സ് ഗോ പെഡ്രി. പെഡ്രി. ഓ, അതൊരു മാർച്ചിട്ടാണ് ഞാൻ ഇട്ടത്, പക്ഷേ സംഭവം വർക്കായില്ല. പക്ഷെ അവൻ ടേൺ ചെയ്തു ഇങ്ങോട്ടേക്ക്. പക്ഷെ എന്നാലും ആ ഫിനിഷിങ്, ഇതാണ് പെഡ്രിയുടെ ശരിക്കുള്ള ഫിനിഷിങ് ഗൈസ്. പക്ഷേ ചില ടൈമിലൊക്കെ എങ്ങനെ അടിച്ചാലും ഗോൾ ചെയ്യുന്ന കാണാം. ഒരുമാതിരി എന്താ പറയുക, ഔട്ടേറാൻ ഇടുന്നോ? കുഴപ്പമൊന്നുമില്ല. ഡിലോ ഒരു ഇടയ്ക്ക് എന്താ പറയുക, ഈ അടുത്തായിട്ടൊക്കെ ഭയങ്കര മോശമാണ്. പിന്നെ എൻ്റെ പ്ലേയേഴ്സിൻ്റെ എല്ലാവരെയും പ്രോഗ്രഷൻ പോയിൻ്റ് ഞാൻ തന്നെ ചെയ്യുന്നതാണ്. ഞാൻ അത് നോക്കലേ ഇല്ല, സ്വന്തമായിട്ട് കൊടുക്കുന്നതാണ് ഗൈസ്. സലയുടെ ആയാലും ആരെയായാലും എനിക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പ്ലേയേഴ്സിൻ്റെ എല്ലാ ഇതിൻ്റെയും ഓരോന്നായിട്ട് ഇടുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് എന്തായാലും ഇതിൽ കൊടുക്കും. അത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോ. എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഓക്കെ ഡബിൾ ടച്ച് കേൾഷേ എനിക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ശേഷം. നിങ്ങൾ ഒരിക്കലും ഓട്ടോ ലോക്കറ്റ് ചെയ്യേണ്ട. ഞാൻ ആദ്യം പറയുന്ന ഓട്ടോ ലോക്കറ്റ് ചെയ്ത് മാത്രമേ ചെയ്താൽ മതി എന്നായിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ ബാക്കി പറയാം. കിട്ടി. അത് സത്യം പറഞ്ഞാൽ ഓട്ടോ ലോക്കറ്റ് ചെയ്യരുത്, വേസ്റ്റാണ്, സത്യമായിട്ട് വേസ്റ്റാണ്. ഡിലോ പെഡ്രി ടു റാഫേലിയോ. ലെറ്റ്സ് ഗോ. എടാ റാഫേലിയോ, എടാ ബ്ലിറ്റ്സാടെ ഇവൻ, ബ്ലിറ്റ്സല്ല ഗൈസ്, റാഫേലിയോ ഹിജാതി. എടാ സ്ഥല ഫോമാവാൻ വന്നിട്ട് അവസാനം എൻ്റെ പോലെ ജസ്റ്റ് മിസ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സലേൻ്റെ ഫോം ആവാൻ വേണ്ടി നോക്കിയിട്ട് അവസാനം റാഫേലിയോ തീ കളിയാലോ ഇഷ്ടമെങ്കിൽ കേളൊരു രക്ഷ ഉണ്ടായില്ല. അത് പണ്ടത്തെ ഈ പെസ് കളിക്കുന്ന ഫീലുണ്ട് കേളൊക്കെ ചെയ്യുമ്പോൾ. പെസ്സിൽ വെറും കേളായിരുന്നു ഞാൻ. മെസ്സി, നെയ്മർ, ലെറ്റ്സ് ഗോ കേൾ. ഇതെന്തെന്നാടാ ഇത്, ഗ്ലിച്ചാ? പേ ടു വിൻ ഗൈസ്, പേ ടു വിൻ. 400 കോയിൻസിലെങ്ങാണ്ടാണ് എനിക്കിവനെ കിട്ടിയത്. ഞാൻ ചിലപ്പോൾ ഒരു ചെറിയൊരു പർച്ചേസ് ചെയ്തിട്ട് ബാക്കിയും സോൺ ഹ്യൂമിൻ എനിക്ക് കിട്ടണമെന്നുണ്ട്, കിട്ടിയാൽ പൊളിക്കും. എൻ്റെ മോനെ, അത് എന്തെന്നാടത്, തീയും പുകയും ഗൈസ്, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിട്ടുണ്ട്. ബ്ലിറ്റ്സ്കൾ സല ഓക്കെ, ഇറ്റ്സല്ല. ചിലപ്പോൾ അതും ഗോൾ ഏരിയാണ്. അവൻ്റെ അലാക്കിൻ്റെ ഡിഫൻസാണ് ഗൈസ്. ഹെർണാണ്ടസ് ഉരുപ്പ്. ഏടാടാടാടാടാ, നൈസ് സേവ് ഡൊണാറുമ. വേറെ വി ഗോ ഗൈസ്. നമുക്ക് നല്ലൊരു അറ്റാക്കിങ് ഉണ്ടാക്കാൻ പറ്റി, നല്ല ചാൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മാക്സിമം വിങ്ങേഴ്സിനെ വെച്ചിട്ടാണ് ആദ്യം കളിക്കാറുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് CF-നെ വെച്ച് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റാത്തത്. വിങ്ങേഴ്സിനെ വെച്ച് കളിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറ ഗൈസ്. ടാടാടാ ഇവനെന്നാ ഭ്രാന്തായ ഗോള്. ദാറ്റ്സ് എ ഗോൾ. സെലിബ്രേഷനില്ല, ചിക്കൻ ഫെയർ പ്ലേ ആണ്. സെലിബ്രേഷനൊന്നുമില്ല, സ്കിപ്പ് അടിച്ച് പോകും. പൊട്ടെന്ന് ഉറപ്പായ പിന്നെ എന്തിനു സെലിബ്രേറ്റ് ചെയ്തിട്ട് കാര്യം? പറയാൻ കഴിയില്ല. ഇനിയിപ്പോൾ കംബാക്കൊക്കെ അടിച്ച് എനിക്കൊരു കംബാക്ക് വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അതായത് ഞാൻ 3-0 ലീഡിലായിരുന്നു. വിഗോ സല കുറച്ചും കൂടി ഒന്ന് പൊന്തണേ. ന്യൂ ഇയറിൻ്റെ അടുത്താണോ അവിടെ നേരത്തേക്ക് ആ ഗോളിട്ട്? അത്രയും മറ്റേ പോസ്റ്റ് പോലെ നീളമുള്ള ന്യൂ ഇയറിൻ്റെ അടുത്ത്. ഇപ്പോൾ പണ്ടത്തെ ആ ന്യൂ ഇയറിൻ്റെ പവറൊന്നുമില്ല ഗൈസ്. ഐക്കോണിക്കൊക്കെ വരണല്ലേ? അല്ല, ഐക്കോണിക് എന്നൊക്കെ പറഞ്ഞു. മറ്റേ എന്താ പറയുക, എപ്പിക്ക് ബൂസ്റ്ററൊക്കെ വരണം ന്യൂ ഇയറിൻ്റെ ഒക്കെ. പുകയായിരിക്കും അത്. പണ്ടത്തെ ഏതെങ്കിലും ഒരു നല്ല മാച്ച്.
എവിഗോ. ഇപ്പം നമ്മളെ ആ റൊണാൾഡോൻ്റെ ഒരു സേവ് ഉണ്ടായില്ലേ, റൊണാൾഡോൻ്റെ ഷൂട്ട് ഒരു കൈ വെച്ചിട്ട് സേവ് ചെയ്തേ, ആ സാധനമൊക്കെ ഇറങ്ങിയാണ്ടല്ലോ പുകയാ. ലെറ്റ്സ് ഗോ സല, ഹസൻ മൂവ്, മെസ്സി, ബാരിയോസ് ടു ഡിലോ, ലെറ്റ്സ് ഗോ റഫേലിയോ. നല്ല റൺ ചെയ്യുന്നുണ്ട് അവിടെ. ആരാണ്? പെഡ്രി അല്ലേ, നല്ല റൺ ഉണ്ടായിരുന്നു ചെക്കൻ്റെ. റഫേലി ആയതുകൊണ്ട് പിന്നെ വലിയ വിശ്വാസമൊന്നുമില്ല പാസിങ്ങിൽ. അർണോൾഡ്, സലാ മിസ്സായി. അവിടെ ലാഗ് അടിക്കണ്ടല്ലോ ഗൈസ്. 4+ കിട്ടിയിട്ടുണ്ട്. 3-1. നമ്മളെന്തായാലും കളിയിക്കുന്ന ഉറപ്പായി. പക്ഷെ കിടിലം ഗോളായിരുന്നു ഗൈസ്, ഒരു രക്ഷ ഉണ്ടായില്ല, 2 ഗോളും. ഓക്കേ, കളി എന്തായാലും ഇപ്പം കഴിയും. എവിഗോ സല. ഓക്കെ, ഒരു അറ്റാക്കിങ് കിട്ടുമായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നമ്മൾ 3-1 ജയിച്ചിട്ടുണ്ടായി. എനിക്ക് വേണ്ട ഗെയിം പ്ലേ കിട്ടി എന്തായാലും. സല വെച്ചിട്ട് ഒരു ഗോൾ അടിക്കണം എന്നുണ്ടായിരുന്നു. സല തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച്. 11 ഷോട്ട്, 6 ടാർഗറ്റ്. അതിൽ 3/4 സല തന്നെയാണെന്ന് തോന്നുന്നു. 9 ഷോട്ടങ്കാർ സലയായിരിക്കും. ഇത് ഗോൾ സ്കോർ, ആ ഫസ്റ്റ് ഗോളല്ലേ. ഇത് എന്ത് ഗോളായിരുന്നടാ, ഇത് അവിടെ നിന്ന് തന്നെ അടിച്ച് കയറ്റി ഞാൻ വെറുതെ. പണ്ടത്തെ മെസ്സിൻ്റെ ഗേളേഴ്സ് സീന് ഗോള്. എടാ ഒരു ഗോളും കൂടി ഉണ്ടായില്ലേ, ഞാൻ മറന്നുപോയി. ഇതല്ല. അടിച്ചുവിട് ഗോൾ സ്കോർ റഫേലിയോ. ഇത് കിട്ടില്ല ഗോളായിരുന്നു കേട്ടോ റഫേലിയോൻ്റെ. ഷോട്ട് ടേക്കനാണ്. എടാ അതെന്ത് അടിപൊളി ഷൂട്ടായിരുന്നടാ. അതും കൂടി ഇവർ 4 ഗോളായിരുന്നെങ്കിലേ റഫേലിയും 2. ഓക്കെ, ഇത് കിട്ടില്ല ഗോളായിരുന്നു ഗൈസ്. സ്ട്രെയിറ്റ് നിന്നിട്ടാണ് കേൾ ചെയ്തത്. നോക്കിയേ, ആ ഒരു സർക്കിളില്ലേ, ആ ഹാഫ് സർക്കിള്, അതിൻ്റെ നേരെ നിന്നിട്ടാണ് കേൾ ചെയ്തിട്ടുള്ളത്. കിട്ടില്ല ഗോൾ, ഒരു രക്ഷ ഉണ്ടായില്ല. ഓപ്പോണൻ്റ് അത്യാവശ്യം നല്ല പ്ലെയറാന്ന് തോന്നുന്നു, ഡിവിഷൻ 2 എത്തിയിട്ടുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ കളി വെച്ചിട്ടുണ്ട് 11+, 872. ഹിയർ വി ഗോ. 62% ആയില്ലേ. ഞാൻ അതാ പറഞ്ഞത്, എൻ്റെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഫസ്റ്റ് ടൈം ഒന്നും നോക്കണ്ട, ഇപ്പം കൂടും കുറയും എന്നാണ്. ഇപ്പം നല്ലോണം ഇനിയിപ്പോൾ നല്ലോണം കുറഞ്ഞു ഞാൻ പൊട്ടാൻ തുടങ്ങി വല്ലാണ്ട്. അപ്പം എന്നാലും എത്ര പറയാനുള്ളൂ ഗൈസ്. ബ്ലിറ്റ്സ്കേൾ എന്ന് പറയുന്ന സാധനം വല്ലാത്തൊരു പണി തന്നെയാണ്. സ്കോഡിൽ ഉണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനെ അവർ യൂസ് ചെയ്യുന്നത് നോക്കി നിൽക്കുക, അത്രേ പറയാനുള്ളൂ. ഞാൻ എന്തായാലും സോണിയുവിനെ എടുക്കണം എന്നുണ്ട്. എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗെയിം പ്ലേ ഇടുന്നതായിരിക്കും. ചിലപ്പോൾ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഞാൻ അതിനെ എങ്ങനെയെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഭയങ്കര ഡിലേ ആവുന്നുണ്ട്. ഞാൻ ഗെയിം പ്ലേ എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ഗെയിം പ്ലേ ഇടുന്നത്. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേക്ക് ഇടുന്നുണ്ടാവുക. കാരണം ഞാൻ ആദ്യത്തെ ഇങ്ങനെ ഇട്ട് വരുമ്പോൾ എല്ലാം ഒരു ദിവസം ഇടാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം തന്നെ 3-4 ഗെയിം പ്ലേ ഇങ്ങനെയെല്ലാം എടുക്കുമായിരിക്കും. പക്ഷേ അതിലേതെങ്കിലും ഒന്നല്ലേ കിട്ടും നല്ല. അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അതേപോലെ അടുത്ത ഗെയിം പ്ലേ വരുന്നവരെയും ബൈ ഗൈസ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.